അപ്പോൾ വെൽക്കം ബാക്ക് അല്ലൂസ് മീഡിയ, തല്ലുവിൻ്റെ സാമ്രാജ്യം. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് എല്ലാവരും കൂടെ പാലോട്ടത്തെ പയ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യും, എല്ലാം മുണ്ടിയാവും. അവസാനം ഇന്നൊരു ട്രിപ്പ് എല്ലാം സെറ്റായി ഒത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ സമയം വെളുപ്പാങ്കാലത്താണ്, 2:30 ആയിട്ടുണ്ട്. നമ്മൾ എറണാകുളത്തോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഒരു 10-15 പേരുണ്ട്. നമ്മളൊരു 3 കാറിലായിട്ട് എറണാകുളത്ത് വണ്ടർലായിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. എറണാകുളം വണ്ടർല വിത്ത് അല്ലൂസ് മീഡിയ ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് പോകാം. 3 വണ്ടികളിലായിട്ട് എറണാകുളത്തോട്ട് പോവുകയാണ്. നമ്മൾ 16 പേരുണ്ട്, എല്ലാവരും സെറ്റായിട്ട് കയറിയിട്ടുണ്ട് വണ്ടിയിൽ. ഈ കാണുന്നത് നമ്മൾ ഏകദേശം കോട്ടയൊക്കെ എത്താറായപ്പോൾ നമ്മൾ 3 വണ്ടിയിലും കൂടെ ഉള്ള 16 പേര് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ കാഴ്ചയാണ്. ഈ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. അപ്പം തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഒരു കടയിൽ നിന്ന് ചായ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാടുമെന്ന്. വരുന്ന വഴിക്ക് എവിടേക്ക് ഇറങ്ങിയതാ, എവിടേക്ക് നിൽക്കുവാണ്, എവിടേക്കാണെന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. അതായത് കോട്ടയം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം എന്താ ഇവിടേക്ക് നിൽപ്പുണ്ട്. ഒരു വണ്ടി എങ്ങോട്ടോ പോയി, അറിയാൻ വയ്യ. അത് മിക്കവാറും നമുക്ക് വണ്ടർലായിട്ട് പിടിക്കാനേ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാവരും എന്താ ഇവിടെ ഉണ്ട്. നമ്മളതാ വയലൂരോ എന്ന് പറയുന്ന ഒരു കഫേയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഫോട്ടോ എടുക്കാം. അതെ, ഫുഡ് സ്പെഷ്യലായിട്ട് ഇനിയിപ്പം താഴെ കൊണ്ടിട്ട് കിഴങ്ങ് വയ്ക്കേണ്ടി വരും അല്ലേ. എന്തായാലും നല്ല വയലാണ് കാണാൻ, അടിപൊളി, കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? നമ്മൾ ഇത് കാണാനാണ് അവിടെ നിന്ന് ഇവിടെ വന്നത്. എല്ലാരും എന്താ ചാടി ഇറങ്ങാണ്, ഫോട്ടോ എടുക്കാനുള്ള അതിസാഹസികതമായ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് ചാടി ഓടുകയാണ് ഗായ്സ്, ചാടി ഓടുകയാണ്. കുരുങ്ങി 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 ഒടിഞ്ഞൊടിഞ്ഞ് കുരുങ്ങി കുരുങ്ങി ചാടി ചാടി ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. സഫീറാക്കതാ ചാടി ഇറങ്ങി ഓടി. കണ്ടം വഴി, ഏതാണ് കണ്ടം വഴി ഓടലെന്ന് പറയുന്നത്? ഇതാണ് കണ്ടം. ഈ കണ്ടം വഴി വേണം ഓടാൻ. ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന പെടലാണ്. എല്ലാരും വിസിബിൾ ആവുന്ന രീതിക്ക് നില്ലടാ. ഒരു സെക്ഷൻ അടിക്കുന്നില്ല, നല്ല രീതിക്ക് നില്ല്. ഒരു പോസ് ഇട്ടുന്നില്ല എല്ലാരും. നെല്ല് സെറ്റായി. അങ്ങനെ വയലിൽ കിടന്നുള്ള കുത്തിമറികളൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടിയിലോട്ട് കയറി. ഞാൻ അത്രയും നേരം വേഗനിലാണ് വന്നോണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ആൾട്ടോയിലോട്ടൊന്ന് കയറി. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. എവിടെയെങ്കിലും കയറി ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പം 3 വണ്ടിക്കാരും 3 കടയിൽ കയറാനാണ് പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ സാധനം കിട്ടാനും ലാഗാകും. അത് മാത്രമല്ല നമ്മൾ പോകുന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകളും വളരെ കുറവായിരുന്നു. പിന്നെ ഇവിടെ ഗ്യാസിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് പല ഹോട്ടലുകളും അവധിയായിരുന്നു. രാവിലത്തെ കാപ്പി കുട്ടൻ്റെ ചായക്കടയിൽ നിന്നാണ്. ഇവിടെ നമുക്ക് ഫൈനലി നമ്മൾ എറണാകുളത്ത് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുന്നു, ഫുഡുള്ള. നമ്മളങ്ങനെ കുട്ടേട്ടൻ്റെ കടയിൽ നിന്നും ഫുഡ് കഴിച്ച് ഇറങ്ങി. ഫുഡ് അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇഷ്ടപ്പെടാത്തതാണോ, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അതോ. ഫുഡ് കഴിച്ചിറങ്ങി. അയ്യോ, ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്പള. അവിടെ നമ്മൾ പിന്നെ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ തീറ്റി മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം തീറ്റിയാണ്. ആമലയിലുള്ള ലക്ഷ്മി ചിപ്സ് ആൻഡ് സ്നാക്സിലാണ് നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. ഒരുപാട് കടികളും ഒരു നല്ല കിടിലം താരിയ കളത്തിയ ചായക്കാരനോട് ഉണ്ട്. നമുക്ക് ചായ കൂച്ച 12 രൂപയാണ് കേട്ടോ. മോദകമുണ്ട്, പഴകിയപ്പമുണ്ട്, വിച്ചുണ്ട്, പഴം അമിച്ചതുണ്ട്, നെയ്പത്തലുണ്ട്. പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് QR ചെയ്യാനൊരു QR കോഡ്. ചക്ക വറ്റൽ ഇവിടെ ഉണ്ട്, മിച്ചറുണ്ട്, വേറെ മിച്ചറുണ്ട്, വേറെ അത് കിഴങ്ങ്, നീയും കിഴങ്ങ്. ഞാനും അഷ്കർ മാത്രമാണ് വന്ന് ചായ കുടിക്കുന്നത്. നമ്മളൊരു ചായ ഭ്രാന്തന്മാരായി പോയി. ചായ കുടിക്കാറില്ല. ചായ കുടിക്കാറില്ല. ഞാനൊന്നും പറയല്ല. കൂടി പോയിട്ടാണ് ചായ കുടിക്കാത്ത. അയ്യോ, പ്രായം കൂടിയിട്ടും ഇനി നമുക്ക് വേണ്ടത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് എവിടെയെങ്കിലും നല്ല രീതിക്ക്
രണ്ടിന് പോണം. നമ്മൾ അതിന് വേണ്ടി നല്ലൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണം. അതിന്റെ ടാസ്കിലാണ് നമ്മളെ ഡ്രൈവർ പുഞ്ചിരി സജീദ്. വണ്ടർല എത്തി നമ്മൾ കാണുന്നു, കണ്ടില്ലേ വണ്ടർല കാണുന്നു. വണ്ടർലയുടെ തൊട്ടടുത്തുള്ള പമ്പിലെത്തിയിരിക്കുകയാണ് തുറനായിട്ട്. നൈസല്ലേ പോയി തൂറിട്ട് വേടാ. നിക്കർ വാങ്ങിക്കാൻ വേണ്ടി മാരൊക്കെ സെലക്ട് ചെയ്യേക്കാണ്. നിക്കർ വാങ്ങിക്കോ നീ ഇന്ന്. വന്നിട്ട് നമ്മളെ വണ്ടർലാരെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ ബാത്റൂമാണ്. ഇപ്പം പെട്ടെന്ന് വന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ കുഴപ്പമില്ല. വെള്ളം ഇല്ലാത്തൊരു ബാത്റൂമാണ്. പൈപ്പിലും ഇല്ല, ഒന്നിലും ഇല്ല, വെള്ളം ഇല്ല കേട്ടോ ഗൈസ്. അപ്പം അത് മുഞ്ചി. ബാത്റൂമിൽ പോകാൻ വേണ്ടി വേറൊരു പമ്പ് വണ്ടർലായിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ ഇവിടെ ബാത്റൂമൊക്കെ ഉള്ള ഒരു എന്തായാലും ബാത്റൂമിൽ പോയി നോക്കാം. വെള്ളം ഉണ്ടാകും അവിടെ. എന്തായാലും വെള്ളം ഇല്ലായിരുന്നു. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. ആദ്യം നമ്മൾ വെള്ളം ഉണ്ടാകും നോക്കണം. വെള്ളമില്ല, പൈപ്പിൽ വെള്ളമുണ്ടോ? പൈപ്പിൽ വെള്ളമുണ്ട്, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ നമ്മുടെ ഭാരത് പെട്രോളിയത്തിന്റെ സഹായത്തോടു കൂടി കഴിഞ്ഞു. ഇനി നേരെ വണ്ടർലയിലോട്ട്. ഓക്കെ, ഫൈനലി നമ്മളങ്ങനെ വണ്ടർല എത്തിയിരിക്കുകയാണ്. വണ്ടർലയുടെ ഇന്റർവ്യൂ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഷിബിൻ തോന്നുന്നു. ഷിബിൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ അവസാനം വണ്ടർലയിലെത്തി ടിക്കറ്റും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ ടിക്കറ്റൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലോക്കർ എടുത്തിട്ടുണ്ട്. ലോക്കറിന് 400 രൂപയാണ് വരുന്നത്. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് നമുക്ക് 1361. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, ഫുഡ്. അപ്പോൾ നമ്മളിനിപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഫോണിൻ്റെ EMI അടഞ്ഞ് തീരാത്തതുകൊണ്ട് ഫോൺ ഞാൻ ലോക്കറിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പം ബാക്കി വന്നിട്ട് വിശേഷങ്ങൾ പറയാം. ഓക്കെ, ബൈ. നമ്മളങ്ങനെ അവസാനം ഒരുപാട് കടമ്പകൾക്ക് ശേഷം അകത്ത് കയറിയിരിക്കുകയാണ്. വിലപ്പെട്ട സാധനം ഇല്ലാന്ന് വെച്ചിട്ടുണ്ട്. വണ്ടർലയുടെ റൈഡും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച 7 മണി വരെ വർക്ക് ഉണ്ടായിരുന്നു. ദയവ് ചെയ്ത് ആരും ഞായറാഴ്ച ഇങ്ങോട്ട് തള്ളിക്കയറി വരരുത്. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ 8 പണ്ടാരടങ്ങും. 10,000 കസ്റ്റമേഴ്സിനെ വരെ ഒരേ കണക്ക് ടിക്കറ്റ് കൊടുക്കും. എല്ലാ റൈഡിലും കയറാനും പറ്റും. ആകെ ശോകമായിരിക്കും. പിന്നെ ഞായറാഴ്ച ഒരു കാരണവശാലും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടർലയിലെ റൈഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. എല്ലാ റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല. നമ്മൾ വന്ന ദിവസം വളരെ മോശമായ ദിവസമായിരുന്നു. ഞായറാഴ്ച ദിവസം വന്ന് കയറിക്കൊടുത്തൊരു കാര്യം. 5,000 കസ്റ്റമേഴ്സ് അവർക്കുണ്ടായിരുന്നു. 5,000 കസ്റ്റമേഴ്സ് ഒരേ റൈഡിന് വേണ്ടി നിങ്ങൾക്ക് അടിക്കൊണ്ടിരിക്കും. പിന്നെ പറയണ്ടല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ദയവ് ചെയ്ത് ആരും ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് ഞായറാഴ്ച ഒന്നും കയറി വന്നതായിരുന്നു. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ പെട്ട് പണ്ടാരടങ്ങും. അതായത് ഫാസ്റ്റ് ടാഗ് ഉള്ളവർ വരെ ക്യൂ നിന്ന് ഉപ്പാട് വന്നിട്ടാണ് ഓരോ റൈഡിലും കയറിയത്. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു മോശമായിട്ട് തോന്നി. കാര്യം അതൊരു ലിമിറ്റഡ് കസ്റ്റമറിനെ വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം 5,000 പേർക്ക് ഒരുമിച്ച് കൊടുത്തിട്ട് എല്ലാ റൈഡും കയറാനും പറ്റത്തില്ല. പകുതി പേരും റൈഡിനൊന്നും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു വിഷമ തിരിച്ച് പോകേണ്ടി വരും. എനിക്ക് അങ്ങനെ തോന്നി. അപ്പം അങ്ങനെ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. നമ്മളെ എന്താ പറയുക, വണ്ടർല വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.